പക്ഷെ നമ്മളൊരു MBBS ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആകുമ്പം ഒരു MCQ ലെവലിൽ നിന്ന് ട്രാൻസിറ്റ് ആയിട്ട് നമ്മളൊരു എക്സ്പ്ലനേഷൻ ആൻസേഴ്സിനെല്ലാം നമ്മളൊരു എക്സ്പ്ലനേഷനും നമ്മൾ കൂടുതൽ തിയറി ലെവലും അതങ്ങനെ ക്ലിനിക്കലായിട്ട് നമുക്ക് അപ്ലൈ ആകും എന്നുള്ളതും നമ്മൾ ഇതിലാണ് പഠിക്കുന്നത്. യൂണിറ്റ് മോഡൽസ് കഴിഞ്ഞിട്ട് പിന്നെ കോമ്പിനേഷൻ മോഡലൊക്കെ തുടങ്ങുമ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ട്, എങ്ങനെ ചെയ്യുക, ഇത്രയും സിലബസ് എങ്ങനെ നമ്മൾ കവർ ചെയ്യാമെന്ന്. പക്ഷെ ഇവിടെ ഇപ്പോൾ നമ്മൾ ആ ഒരു സ്ട്രെസ്സിലല്ല നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഈ എക്സാം കിട്ടിയില്ലെങ്കിൽ ഓക്കെ അടുത്ത സെഷനിൽ നോക്കാം, അല്ലെങ്കിൽ അടുത്ത ഷോർട്ട് എക്സാം നോക്കാം, അങ്ങനെയാണ്. ബ്രില്യൻറ്റിൻ്റെ ആപ്പിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. കാരണം എല്ലാ ക്വസ്റ്റ്യൻസ് വരണമെന്നില്ല, പക്ഷേ നമുക്ക് ഉറപ്പായിട്ട് ആ ക്വസ്റ്റ്യൻ്റെ മോഡൽ ഉറപ്പായിട്ട് എക്സാമിന് വരും. എനിക്ക് പറയാനുള്ള വെച്ചാൽ ഇപ്പോൾ മാക്സിമം ഒന്നും നോക്കണ്ട, കഷ്ടപ്പെട്ടോ, എത്ര കഷ്ടപ്പെട്ടാലും എന്തായാലും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. നീറ്റ് 2025 ഉയർന്ന സ്കോർ കരസ്ഥമാക്കി ഇന്ന് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളായി മാറിയ ബ്രില്യൻറ്റിയൻസ്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ 250 സീറ്റുകളിൽ 200ഓളം വിദ്യാർത്ഥികളും ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ പഠിച്ച വിദ്യാർത്ഥികളാണ്. ഈ അവസാന നാളുകളിൽ പരീക്ഷയെ എങ്ങനെ നേരിടണം, നീറ്റ് സ്കോർ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നതിനെക്കുറിച്ച് തങ്ങളുടെ അനുഭവത്തിൽ നിന്ന് അവർ പങ്കുവയ്ക്കുന്നു. ഫ്യൂച്ചർ ഡോക്ടേഴ്സിന്റെ വാക്കുകളിലേക്ക്. ഹായ് ഓൾ, നീറ്റ് 2026 ബ്രില്യനിലെ വിദ്യാർത്ഥികളൊക്കെ ആത്മാർത്ഥമായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന നിമിഷമാണ്. 2025 നീറ്റ് നമുക്കറിയാം അതികഠിനമായിരുന്നു. എങ്കിലും ഏറ്റവും കഠിനമായ നീറ്റ് എക്സാമിൽ വിജയം നേടി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടിയിരിക്കുന്ന ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥിനികൾക്കൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ വിദ്യാർത്ഥികൾക്കും ഓരോ അനുഭവമാണ് അവരുടെ നീറ്റിനെ എങ്ങനെ ക്രാക്ക് ചെയ്തു എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാല്ലേ. മോളെ, അഭിമാനത്തോടുകൂടി പേരും നാട് എവിടെയാണെന്നും ഒക്കെ ഒന്ന് പറഞ്ഞു. എൻ്റെ പേര് സാറ, എൻ്റെ നാട് കൊല്ലമാണ്. ഓക്കെ. എൻ്റെ പേര് കാതറിൻ, എൻ്റെ നാട് തിരുവനന്തപുരം തന്നെയാണ്. ഞാൻ പാലാ സെന്ററിൽ R11 ബാച്ചിലാണ് പഠിച്ചത്. ഓക്കെ, വെരി ഗുഡ്. എൻ്റെ പേര് അഞ്ജന, ഞാൻ വർക്കലയിൽ നിന്നാണ്. ഞാൻ T36 ഓൺലൈൻ ബാച്ചിൻ്റെ സ്റ്റുഡൻ്റാണ്. ഓക്കെ. ഞാൻ നന്ദന, ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ഹായ്, ഞാൻ ലക്ഷ്മിപ്രിയ, പത്തനംതിട്ടയിൽ നിന്നാണ്. ഓക്കെ. അപ്പോൾ സാറാ, 2026 നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ മോഡൽ എക്സാംസിന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്തെ കടന്നുപോയൊരു രീതിയുണ്ട്, ആ ഒരു സമയത്തെ മാനസിക അവസ്ഥയുണ്ട്, നമുക്ക് തോന്നിയ തോന്നലുകളുണ്ട്, കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള നമ്മുടെ ഒരു പ്രധാന കൺസേൺ ആയിരുന്നു. ആൻഡ് ഫൈനലി ഇപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ എത്തി നിൽക്കുന്നു. മോളുടെ ഒരു പ്രധാന കൺസേൺ എന്തായിരുന്നു എക്സാം ടൈമിൽ, സബ്ജക്ട് ഓറിയന്റഡ് ഒക്കെ ആയിട്ട് പറയുകയാണെങ്കിൽ? എൻ്റെ ഏറ്റവും വലിയ വറി ഇതൊക്കെ എനിക്ക് ഇത് ഓർത്ത് നിൽക്കുമോന്നായിരുന്നു. ഓക്കെ, എക്സാം ഹാളിലേക്ക് എത്തുമ്പോൾ പഠിച്ചതെല്ലാം ഓർത്ത് നിൽക്കുമോ? അതായിരുന്നു ഏറ്റവും വലിയ ടെൻഷൻ. ഓക്കെ, അതിനെ എങ്ങനെയാണ് മോൾ ഓവർകം ചെയ്തത്? എങ്ങനെയാണ് എക്സാം ഹാളിൽ മോളിപ്പോൾ ആ ഒരു പേടി മനസ്സിലുണ്ടായിരുന്നെങ്കിലും പക്ഷെ പഠിച്ചതെല്ലാം ഓർത്തതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു MBBS കരസ്ഥമാക്കിയിരിക്കുന്നത്. അപ്പൊ എക്സാം ഹാളിൽ എത്തിയപ്പോൾ അത്രയും ഓർത്ത് ഓരോ ഉത്തരങ്ങളും എഴുതാനുള്ള ഒരു പ്രാക്ടീസ് മോൾ എങ്ങനെ ഡെവലപ്പ് ചെയ്തു? ഞാൻ ചെയ്തൊരു കാര്യം, ഞാൻ കൺസിസ്റ്റന്റ് ആയിരുന്നു. ഓക്കെ. എല്ലാ ദിവസവും കുറച്ച് സമയം റിവിഷൻ എന്തായാലും കൊടുത്തിരിക്കണം. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അറിയാവുന്നൊരു സബ്ജക്റ്റ് ആയിരിക്കാം, പക്ഷെ നമ്മൾ ചിലപ്പോൾ ആ ടെൻഷനിൽ നമ്മൾ എക്സാം എഴുതുമ്പോൾ നമ്മൾ മറന്നു പോകും. അപ്പം നിങ്ങൾ മാക്സിമം റിവിഷൻ്റെ സമയം കൊടുക്കണം, അതിൻ്റെ കൂടെ നിങ്ങൾ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു മോഡൽ എക്സാംസിന്റെ ഒക്കെ ഒരു സമയത്ത് നിങ്ങളെ ബ്രില്യൻ്റ് ഹെൽപ്പ് ചെയ്തിരുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് ഒരുപാട് താങ്ക്ഫുൾ ആണ്. ഇപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ എത്തി നിൽക്കുമ്പോൾ ബ്രില്യൻ്റിനോട് മോൾക്ക് കിട്ടിയ ഒരു ബ്രില്യൻ്റ് എക്സ്പീരിയൻസ് എന്തായിരുന്നു മോളുടെ 2 റിപ്പീറ്റിംഗ് ജേർണിയിൽ? ബ്രില്യൻറ്റിൽ ഫസ്റ്റ് ടൈം ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ ഉദ്ദേശിച്ച ടൈപ്പിൽ എനിക്ക് മാർക്കൊന്നും ഇല്ലായിരുന്നു. A+ കൺസിസ്റ്റൻ്റ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ നമുക്ക് റാങ്ക് എന്നൊരു സംഭവം ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ലാസ്റ്റ് വരെ എൻ്റെ ആഗ്രഹം ആക്ച്വലി അവിടെ താഴെ വന്നിട്ടൊരു ക്യാഷ് പ്രൈസ് വാങ്ങിക്കണമെന്നുള്ളത് എൻ്റെ ലാസ്റ്റ് ആഗ്രഹം. ഡി ബ്ലോക്ക് ആയിരുന്നു. ലാസ്റ്റ് വരെ എൻ്റെ ആഗ്രഹമായിരുന്നു, ബട്ട് എനിക്കത് കിട്ടിയില്ല. പക്ഷേ അതിന് എനിക്ക് വിഷമമില്ല, കാരണം എൻ്റെ വിക്ടറി ഡേക്കാണ് എനിക്ക് സാറ് തന്നെയാണ് അന്ന് എനിക്ക് ട്രോഫി തന്നെ. സോ ഇറ്റ് വാസ് മൈ ഗ്രേറ്റസ്റ്റ് മൂമെന്റ്. അത് ഭയങ്കരമായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു ക്യാഷ് പ്രൈസിന് വേണ്ടി ഞാൻ എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. പിന്നെ മോഡൽ എക്സാമിന്റെ സമയത്ത് മോഡൽ എക്സാമിന്റെ തലേന്നുള്ള ഒരു അതിന്റെ റീടെസ്റ്റ് ഒരു അഡീഷണൽ ടെസ്റ്റ് ആയിട്ട് ബ്രില്യൻ്റ് തരുന്നു. അത് എല്ലാവരും ചെയ്യണം, കാരണം അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ബ്രില്യൻറ്റിൻ്റെ ആപ്പിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. കാരണം എല്ലാ ക്വസ്റ്റ്യൻസ് വരണമെന്നില്ല, പക്ഷേ നമുക്ക് ഉറപ്പായിട്ട് ആ ക്വസ്റ്റ്യൻ്റെ മോഡൽ ഉറപ്പായിട്ട് എക്സാമിന് വരും. അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഞാൻ ലാസ്റ്റ് മന്ത് ഫുൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ടാണ് ചെയ്തത്. റിവിഷൻ ചെയ്യുക, ഒപ്പം ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യുക. ഇപ്പോൾ ബ്രില്യൻറ്റിന്റെ ക്യാഷ് പ്രൈസ് ഒക്കെ
നമ്മുടെ ഡി ബ്ലോക്കിലൊക്കെ നടുത്തളത്തിലൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾ ചുറ്റും നിന്ന് കാണുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ വിദ്യാർത്ഥിനി പറഞ്ഞത് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു പ്രാവശ്യം പോലും ആ ഒരു ക്യാഷ് പ്രൈസിന്റെ ഭാഗമാകാൻ പറ്റിയിട്ടില്ല. നിങ്ങളെപ്പോലെയൊക്കെ ചുറ്റും നിന്ന് കണ്ടിട്ടേ ഉള്ളൂ. പക്ഷെ അവസാനം ബ്രില്യൻറ്റിന്റെ വിക്ടറി ഡേയിൽ വേദിയിൽ കയറി സമ്മാനം മേടിച്ചൊരു രംഗത്തെക്കുറിച്ച് പറഞ്ഞപ്പം നമുക്കും പറ്റുമെന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് മോളെ. ഇപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ എത്തി നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ് അല്ലേ? അപ്പോൾ ഇപ്പോഴത്തെ ഒരു ലൈഫും നമ്മുടെ റിപ്പീറ്റിംഗ് കാലയളവും കൂടെ പറയാനാണെങ്കിൽ മോൾ എന്ത് പറയും? റിപ്പീറ്റേഴ്സ് ആയിരിക്കുമ്പോൾ നമ്മൾ ഫോക്കസ് എപ്പോഴും നമ്മൾ നീറ്റിനെ ഫോക്കസ് ചെയ്തായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഒരു MCQ ലെവലിലായിരിക്കും നമ്മൾ എപ്പോഴും നീറ്റിനെ പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷെ നമ്മളൊരു MBBS ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആകുമ്പം ഒരു MCQ ലെവലിൽ നിന്ന് ട്രാൻസിറ്റ് ആയിട്ട് നമ്മളൊരു എക്സ്പ്ലനേഷൻ ആൻസേഴ്സിനെല്ലാം നമ്മളൊരു എക്സ്പ്ലനേഷനും നമ്മൾ കൂടുതൽ തിയറി ലെവലും അതങ്ങനെ ക്ലിനിക്കലായിട്ട് നമുക്ക് അപ്ലൈ ആകുമെന്നുള്ളതും നമ്മൾ ഇതിലാണ് പഠിക്കുന്നത്. നമ്മൾ നീറ്റിൻ്റെ ഇതിൽ നമ്മൾ ഫോക്കസ്ഡ് എൻറ്റയർലി ഓൺ MCQ ആയിരിക്കും. നമ്മൾ അതെങ്ങനെ ക്വസ്റ്റ്യൻസ് വരാനും എങ്ങനെ ഫിസിക്സിലൊക്കെ ആപ്ലിക്കേഷൻ ലെവലും അങ്ങനെയാണ്. പക്ഷെ നമ്മൾ ഇവിടെ MBBS ഒരു ഫസ്റ്റ് ഇയർ ആയിട്ട് വരുമ്പോൾ നമ്മൾ ക്ലിനിക്കലായിട്ട് എങ്ങനെയാണ് അത് ഒരു പേഷ്യൻസിൽ എങ്ങനെയാണ് നമ്മൾ ക്ലിനിക്സിൽ എങ്ങനെയാണ് അത് കാണുന്നതും നമുക്കത് ക്ലിനിക്കലായിട്ട് എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുന്നതും ഒക്കെ ആയിരിക്കും നമ്മളിവിടെ കാണുന്നത്. അത് മാത്രമല്ല ഇവിടെ നമ്മൾ തിയറി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് അനാട്ടമിയിലും ഒക്കെ നമ്മൾ കഡാവേഴ്സിലൊക്കെ പഠിക്കുന്നതും നമ്മൾ റിയൽ ലൈഫ് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ കാണുന്നത്. ഇപ്പം മോളെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇത്ര ചിരിയൊന്നും ഉണ്ടായിരുന്നില്ല മുഖത്ത്. ഇന്ന് നല്ല തുറന്ന ചിരിയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ട്രിവാൻഡ്രം ക്യാമ്പസിലേക്ക് എത്തിയതിന്റെ ഒരു ജേർണി നിങ്ങളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ക്യാമ്പസ് ലൈഫ്? ആ റിപ്പീറ്റിംഗ് കാലയളവിനെ ബന്ധപ്പെടുത്തി പറയണം കേട്ടോ. റിപ്പീറ്റിംഗ് ഇതിപ്പോൾ ഫെബ്രുവരി ആണ്. അവിടെ മോഡൽ എക്സാം നടക്കുന്ന സമയമാണ്. മോഡൽ എക്സാം യൂണിറ്റ് മോഡൽസ് കഴിഞ്ഞിട്ട് പിന്നെ കോമ്പിനേഷൻ മോഡലൊക്കെ തുടങ്ങുമ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ട്, എങ്ങനെ ചെയ്യുക, ഇത്രയും സിലബസ് എങ്ങനെ നമ്മൾ കവർ ചെയ്യാമെന്ന്. പക്ഷെ ഇവിടെ ഇപ്പോൾ നമ്മൾ ആ ഒരു സ്ട്രെസ്സിലല്ല നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഈ എക്സാം കിട്ടിയില്ലെങ്കിൽ ഓക്കെ അടുത്ത സെഷനിൽ നോക്കാം, അല്ലെങ്കിൽ അടുത്ത ഷോർട്ട് എക്സാം നോക്കാം, അങ്ങനെയാണ്. പിന്നെ കോളേജ് ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി കോളേജാണ്, ഒരു രക്ഷയില്ല. ഇവിടെ സീനിയേഴ്സ് ആവട്ടെ എല്ലാവരും നല്ലതാണ്. നമുക്ക് എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും അവരെ അപ്രോച്ച് ചെയ്യാം. എല്ലാവരും നല്ല ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഇവിടുത്തെ എക്സാംസിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ അവർ പറഞ്ഞു തരും. പിന്നെ വൈബിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാ ഇവൻസും ഉണ്ട്, എല്ലാത്തിനും അടിപൊളിയാണ് കോളേജ്. എല്ലാവർക്കും ഇങ്ങോട്ട് വരാം, വേറൊന്നും പറയാനില്ല, എല്ലാവർക്കും ഇങ്ങോട്ട് വരാം. മോള് ബ്രില്യന്റിലെ റിപ്പീറ്റർ പ്രോഗ്രാമിന്റെ ഭാഗമായിരുന്നു. അതെ, ഞാൻ Q7 ബാച്ചിലായിരുന്നു. അതല്ല, എനിക്ക് ബ്രില്യന്റായിട്ട് 3 വർഷത്തെ ഒരു ബന്ധമുണ്ട്. കാരണം ഞാൻ റെസിഡൻഷ്യൽ ബാച്ചും കൂടി ആയിരുന്നു. അപ്പൊ പിന്നെ റിപ്പീറ്റും ചെയ്തപ്പോൾ 3 വർഷത്തെ ഒരു ബന്ധമാണ്. ഓക്കെ, ഇപ്പം നിങ്ങളെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവരിപ്പോ കടന്നു പോകുന്നൊരു മാനസികാവസ്ഥയുണ്ട്. അവർക്കൊക്കെ ഒന്ന് തണുപ്പിക്കാൻ മോൾക്ക് എന്താണ് അവരോട് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള വെച്ചാൽ ഇപ്പോൾ മാക്സിമം ഒന്നും നോക്കണ്ട, കഷ്ടപ്പെട്ടോ. എത്ര കഷ്ടപ്പെട്ടാലും എന്തായാലും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. അത് കഴിഞ്ഞ് വരുന്ന ഒരു സമയത്തെക്കുറിച്ച് ആലോചിച്ചാൽ മതി. അത്രയും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈഫാണ് ഈ വരാൻ പോകുന്നത്. അത് മാത്രം ആലോചിച്ചുകൊണ്ട് ഒന്നും നോക്കണ്ട, കണ്ണടച്ചങ്ങ് കഷ്ടപ്പെട്ടോ, ചത്തുറന്ന് പഠിച്ചോ. അവസാനമുള്ള ഒരു 2-3 മാസം എത്ര നിങ്ങൾ വർക്ക് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാൾ എന്താണെന്നുള്ളതല്ല, ഇനി ലാസ്റ്റുള്ള ഒരു ഫ്യൂ മന്ത്സ് ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ മാക്സിമം വർക്ക് ചെയ്യുക, ഒന്നും നോക്കണ്ട. മാർക്ക് കുറയും കൂടും, അതൊന്നും പ്രശ്നമല്ല. ലാസ്റ്റ് എക്സാം വരെ എഴുതാൻ നോക്കുക. പിന്നെ നന്നായി ഡ്രീം ചെയ്യുക, ഇത്രയൊക്കെ തന്നെ. അപ്പൊ നീറ്റ് 2026 എഴുതാൻ പോകുന്ന മക്കളോട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ പറഞ്ഞു. ഇവർ കടന്നുപോയ സാഹചര്യങ്ങൾ പറഞ്ഞു, മാർക്ക് കുറഞ്ഞ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു, മാർക്ക് കൂടി നീറ്റിലൊക്കെ നല്ല സ്കോർ മേടിച്ച അവസ്ഥയെപ്പറ്റി പറഞ്ഞു. ആൻഡ് ഫൈനലി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെത്തിയ അഭിമാന താരങ്ങളെക്കുറിച്ച് ഇവർ തന്നെ നിങ്ങളോട് പങ്കുവെക്കേണ്ടത്. 2026 നീറ്റ് എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾ ദ ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.